പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫാഷൻ സെൻസും അദ്ദേഹത്തിന്റെ ഡ്രസ്സ് ധരിക്കുന്ന പലതരത്തിൽ ഡ്രസ്സ് ധരിക്കുന്ന ആ ഒരു രീതിയുമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പല വേദികളിലും അത് ശ്രദ്ധേയമായ സംഗതിയാണ്. നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹത്തെ ആകർഷിച്ച ഒരു സംഗതിയുണ്ട്, ട്രിപ്ലൈ മനില ഷർട്ടിംഗ്. ആ ഉൽപ്പന്നത്തെക്കുറിച്ച് അദ്ദേഹം അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ച നരേന്ദ്രമോദിക്ക് ആ തുണിത്തരങ്ങൾ തന്നെ സമ്മാനമായി നൽകിയാണ് അന്ന് കേരളം സന്തോഷം പ്രകടിപ്പിച്ചത്. ആ തുണി നെയ്ത കൈകൾക്ക് ഇപ്പോൾ അംഗീകാരം വന്നിരിക്കുകയാണ്. ദില്ലിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ വിശിഷ്ട അതിഥികളായി തിരഞ്ഞെടുത്തു എന്നതിലൂടെയാണ് ബിന്ദുവിനും എലിസബത്തിനും ആ ഭാഗ്യം വന്നിരിക്കുന്നത്. വർഷങ്ങളായി നൂലിഴയിൽ സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്ന രണ്ടുപേർ എന്നിവരെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇവർക്ക് ഖാദി കമ്മീഷനിൽ നിന്നൊരു ഫോൺ വന്നപ്പോൾ സാധാരണ ഒരു മീറ്റിംഗിലുള്ള വിളിയാണ് എന്നാണ് ഇവർ രണ്ടാളും കരുതിയത്. എന്നാൽ 26-ാം തീയതി ദില്ലിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ വിശിഷ്ട അതിഥികളായി തിരഞ്ഞെടുത്തു എന്ന് അറിയിച്ചപ്പോഴുണ്ടായ അമ്പരപ്പ് ബിന്ദുവിനും എലിസബത്ത് ജോർജിനും ഇതുവരെ മാറിയിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറെ പ്രിയപ്പെട്ട മനില ഷർട്ട് പീസുകൾ നെയ്യുന്ന തൊഴിലാളികളാണ് ഇവർ എന്നത് ഈ നേട്ടത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നു. പാടിച്ചാൽ, കുണ്ടംതടം, മഞ്ഞക്കാട് തുടങ്ങിയ ഖാദി കേന്ദ്രങ്ങളിൽ നെയ്യുന്ന തുണികളൊക്കെ മനില ഷർട്ട് പീസുകൾക്കുള്ള തുണികളാണ്. 3 വ്യത്യസ്ത നിറങ്ങളിലുള്ള നൂലുകൾ ഉപയോഗിച്ചാണ് ഈ പ്രത്യേകതരം തുണി നെയ്തെടുക്കുന്നത്. പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് സമ്മാനമായി നൽകിയതും മനില തുണികളായിരുന്നു. കേരളത്തിൽ നിന്ന് ഖാദി കമ്മീഷൻ തെരഞ്ഞെടുത്ത 4 പേരിൽ 2 പേരും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ സംഘത്തിലെ ചെറുപുഴ കുണ്ടംതടം യൂണിറ്റിലെ ജീവനക്കാരാണ്. ഇത് ആ നാടിനും അഭിമാനമാവുകയാണ്. പാടിച്ചാലിലെ യൂണിറ്റിൽ 1 വർഷം ജോലി ചെയ്തതിന് ശേഷമാണ് ബിന്ദു കുണ്ടംതടം യൂണിറ്റിൽ എത്തുന്നത്. തൊഴിൽ മേഖല പ്രതിസന്ധിയിലാണെങ്കിലും തങ്ങൾ ചെയ്ത തൊഴിലിൽ ഇവർ ഏറെ സന്തുഷ്ടരാണ്. കൃത്യമായി ശമ്പളം ലഭിക്കുകയാണെങ്കിൽ ഇതൊരു നല്ല വരുമാന മാർഗമാണെന്ന് ഇവർ പറയുന്നു. നല്ല പാവം നൂലും ഉണ്ട് എങ്കിൽ 7 മീറ്റർ മുതൽ 8 മീറ്റർ വരെ നെയ്യാൻ സാധിക്കുമെന്നും ഇവർ പറയുന്നുണ്ട്. കണ്ണൂർ പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിലെ നെയ്ത്ത് തൊഴിലാളികളാണ് ബിന്ദുവും എലിസബത്ത് ജോർജും. ചെറുപുഴ കുണ്ടംതടം യൂണിറ്റിൽ ബിന്ദു 16ഉം എലിസബത്ത് 13 വർഷമായി ജോലി ചെയ്യുന്നു. പുതുവത്സര സമ്മാനം പോലെയാണ് ഈ വിവരം അറിഞ്ഞത് എന്നും ഇത് ഭാഗ്യമാണെന്നും 2 പേരും പറയുന്നു. പ്രധാനമന്ത്രിയെയും പരേഡും നേരിട്ട് കാണാൻ കഴിയുന്നതിലെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഇവർ. പയ്യന്നൂർ ഖാദിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടി എന്നുള്ളതാണ്. 3 വ്യത്യസ്ത നിറങ്ങളിലുള്ള നൂലുകൾ ഉപയോഗിച്ച് പ്രത്യേക വൈദഗ്ധ്യത്തോടെയാണ് മനില ഷർട്ട് പീസുകൾ നെയ്തെടുക്കുന്നത്. നെയ്ത്തുകാർക്ക് കിട്ടുന്നത് തുച്ഛമായ കൂലിയാണ്. വീട്ടിൽ നിന്നും യൂണിറ്റിലെത്തിയും തൊഴിലെടുക്കുന്ന 57 തൊഴിലാളികളാണ് ഈ യൂണിറ്റ് ഉള്ളത്. 1 മീറ്റർ നെയ്താൽ ലഭിക്കുന്നത് 70 രൂപ മാത്രമാണ്. ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ ഡയറക്ടർ ബോർഡിലെ തൊഴിലാളി പ്രതിനിധി കൂടിയാണ് ബിന്ദു. ഭർത്താവ് രാജീവൻ, മക്കൾ വിഷ്ണു, ജിഷ്ണു. എലിസബത്തിന്റെ ഭർത്താവ് റെജി. ബിന്ദുവും മകൻ ജിഷ്ണുവും എലിസബത്തും റെജിയും 22-ന് ദില്ലിയിലേക്ക് പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റിപ്പബ്ലിക് ദിന പരേഡും ഒക്കെ നേരിട്ട് കാണാൻ കഴിയുന്നതിലെ സന്തോഷത്തിലാണിവർ. കഠിനാധ്വാനം ചെയ്യുന്ന സാധാരണക്കാരായ തൊഴിലാളികൾക്ക് രാജ്യം നൽകുന്ന വലിയൊരു അംഗീകാരം തന്നെയാണ് ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ ഇവരെ ക്ഷണിക്കുക അല്ലെങ്കിൽ അവർക്ക് പങ്കെടുക്കാൻ അവസരം കൊടുക്കുക എന്നത്. ഇത് ഖാദി മേഖലയ്ക്ക് തന്നെ ഒരു പുത്തൻ ഉണർവാണ് സമ്മാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.